Hi friends, welcome back to jaya'srecipez. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ലച്ച ഗാർലിക് പറാഠയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. കുറച്ച് തൈരോ അല്ലെങ്കിൽ പുതിന ചട്നിയോ അല്ലെങ്കിൽ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ്. അതും അല്ലെങ്കിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഇത് അതുപോലെ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം. ഇത് സ്നാക്കിൻ്റെ ടൈമിലൊക്കെ കഴിക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് ഗാർലിക് ബ്രെഡൊക്കെ വാങ്ങില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ എടുക്കാവുന്നതാണ്. 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 ടീസ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് കുഴയ്ക്കുക. ആദ്യം നമ്മൾ ഓയിലും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളമായിട്ട് ആദ്യം ഒഴിക്കുക. മൊത്തം വെള്ളം ആദ്യം ഒഴിക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്കത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 1/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് സാധാരണ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഗാർലിക് സ്പ്രെഡ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 2.5 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുക. അപ്പോൾ ഞാൻ ബട്ടർ കുറച്ചൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ തണുപ്പ് കൂടുതലുള്ള കാരണം വല്ലാതെ കട്ടിയിലായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തതാണ് ഞാൻ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് കട്ടായിക്കോളും. ഒരു 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഒരു 12 മുതൽ 15. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 15 എണ്ണം ചേർക്കാം. കുറച്ചാണെങ്കിൽ ഒരു 12 അല്ലി നന്നായിട്ട് കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് ചതച്ചിട്ട് ചേർക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കുക. ഒറിഗാനോ നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ഒരു ഒറിഗാനോ ആണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്താൽ മതി. കുറച്ച് മല്ലിയിലയും പച്ചമുളകും ചേർത്താൽ മതി ഒറിഗാനോ ഇല്ലെങ്കിൽ. പിന്നെ ഒറിഗാനോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗാർലിക് ബ്രെഡിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിനെ ഒരു 4 ബോൾസാക്കി മാറ്റുക. എന്നിട്ട് ഓരോ ബോളും എടുത്തിട്ട് പരത്തുക. ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തുക. അപ്പോൾ അത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗാർലിക് സ്പ്രെഡ് ഇതിൻ്റെ മീതെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗാർലിക് സ്പ്രെഡിനെ ഒരു 4 ഭാഗമാക്കിയിട്ട് തിരിക്കുക. 4 ഭാഗമാക്കിയിട്ട് അതിന് ഒരു പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്യുക. ഇതുപോലെ നല്ല ഈവണായിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇതിൻ്റെ മീതെ കുറച്ച് മല്ലിയില വിതറുക. എന്നിട്ട് ആ മല്ലിയില ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ മല്ലിയില പുറത്തേക്ക് പോരും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അതിന് മീതെ ഒന്ന് ഒട്ടിപ്പിടിച്ചോട്ടെ. ഇനി നമ്മൾ സാധാരണ ലെയർ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഇതിങ്ങനെ മടക്കിയെടുക്കുക. ഞാൻ 2 തരത്തിലും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഈസി വെച്ചാൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിൽ ഈസി ആയിട്ടുള്ളത് അറിയാച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം മുന്നിലോട്ടൊന്ന് മടക്കിയിട്ട് പിന്നെ ബാക്കിലോട്ടൊന്നും കൂടി മടക്കുക. അതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ. എന്നിട്ട് ഇതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അതിൻ്റെ മീതെ ഒന്ന് തൂവി കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലായാലും മതി തൂവി കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യാതെയും ഉണ്ടാക്കാം, എന്നാലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഗോതമ്പ് പൊടി ഇതിൻ്റെ മീതെ ഒന്ന് തൂവുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ലച്ച പൊറോട്ട ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഡസ്റ്റ് ചെയ്തിട്ട് അധികം ബലം പ്രയോഗിക്കാതെ പരത്തുക. അല്ലാതെ അങ്ങനെ ബലം പ്രയോഗിച്ചാൽ ലെയർ ഒട്ടും. ഇപ്പോൾ കണ്ടില്ലേ പൊറോട്ട റെഡിയായി. ലെയറൊക്കെ കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ ഉണ്ടാക്കുക. ഒന്നുകൂടി ഞാൻ ഉണ്ടാക്കി കാണിക്കാം.
നിങ്ങൾക്ക് ഇതിൽ ഗാർലിക്കിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ അളവ് കുറച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇവിടെ പൊതുവെ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ രീതിയിൽ കുറച്ച് കൂടുതൽ ഗാർലിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഗാർലിക്കിൻ്റെ ആ ഒരു ചതച്ചത് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി അടുത്തത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ലെയർ പൊറോട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ കത്തി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ റോൾ ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക. അതിൻ്റെ മീതെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തൂവി കൊടുക്കാം. ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ നേരിട്ടിട്ട് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ അല്ലെങ്കിൽ ബട്ടർ പുരട്ടാതെയും ചെയ്യാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഡസ്റ്റ് ചെയ്തിട്ട് അത് പരത്തിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ദോശക്കല്ലുമ്പിലാണ് ചുടുന്നത്. നിങ്ങൾക്കിത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയുടെ മീതൊക്കെ ചുടാവുന്നതാണ്. ചൂടായതിൻ്റെ ശേഷം മാത്രം ഇതിൻ്റെ മീതെ ഇതിടുക. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് കുക്കായതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഓയിലോ നെയ്യോ ബട്ടറോ എന്താ വെച്ചാൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ ബട്ടർ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബട്ടർ പുരട്ടിയ കാരണം പിന്നെ കൂടുതൽ ബട്ടർ ആകുമ്പോൾ കൂടുതൽ സോഫ്റ്റ് ആവും. അപ്പം നിങ്ങൾക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യ് പുരട്ടുക, അല്ലെങ്കിൽ സാധാരണ നമ്മൾ റിഫൈൻഡ് ഓയിലോ എന്താ വെച്ചാൽ വേണമെങ്കിൽ പുരട്ടാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് മതി കേട്ടോ, അധികമൊന്നും വേണ്ട. അതിൻ്റെ ഉള്ളിൽ ബട്ടർ ഉള്ളതല്ലേ, അപ്പോൾ വളരെ കുറച്ച് മതി. 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതി. രണ്ട് സൈഡും നമ്മൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യണം, അപ്പോഴാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കാവുള്ളൂ. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, കണ്ടില്ലേ, ലെയറൊക്കെ ഇങ്ങനെ തന്നെ വരാൻ തുടങ്ങി. നമ്മളത് കുക്ക് ചെയ്യുമ്പോഴേ അത് തന്നെ ലെയറൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരും. കണ്ടോ, മൊത്തം ഒരുപാട് ലെയേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ രാത്രി വരെ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒട്ടും ഹാർഡാവൊന്നുമില്ല. കാസറോളിൽ വെച്ചാൽ മതി. കണ്ടില്ലേ എത്ര ലെയറാണ് വന്നിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡി ആയിരിക്കണം. ഇനി അടുത്തത് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ബാക്കി നമ്മൾ 2 കൂടി വെച്ചത് അതും കൂടി ഉണ്ടാക്കിയെടുക്കുക. ഇത് ഒരാൾക്ക് ഒന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. അത് ഇപ്പോൾ കണ്ടില്ലേ എത്ര ലെയറായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഒന്നും കൂടി നമ്മൾ പൊറോട്ടയൊക്കെ ലെയറാക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്യാം. മൊത്തം ഇത് ലെയറാവുക കാരണം കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പറാഠ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.